ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 26. തോട്ടത്തിലെ ദൈവം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. വർഷങ്ങൾക്ക് മുമ്പ് നന്ദിതയും ഭർത്താവ് വിശാലും വലിയ ശമ്പളമുണ്ടെങ്കിലും അതീവ സമ്മർദ്ദം അനുഭവിച്ച കമ്പ്യൂട്ടർ മേഖലയിലെ ജോലി ഉപേക്ഷിച്ച് ലളിതവും സംഘർഷരഹിതവുമായ കൃഷിജീവിതം ആരംഭിച്ചു. കൂടുതൽ സമയം ദൈവത്തോടും തമ്മിലും ഒരുമിച്ച് ചെലവഴിക്കാനായി അവർ ഒരു ശാന്തമായ മലമ്പ്രദേശത്തേക്ക് മാറി. പ്രകൃതി സുന്ദരമായ അവിടെ പ്രശാന്തമായ ഒരു ജീവിതം തുടങ്ങി. ഒരു തോട്ടത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്. ആരംഭത്തിൽ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച പറുദീസയായിരുന്നു ഏദൻ. ഇവിടെ ആദാമും ഹൗവയും സ്ഥിരമായി ദൈവത്തെ കണ്ടിരുന്നു. പിശാചിനോട് ആശയവിനിമയം തുടങ്ങുന്നതുവരെ ആ സമയം എല്ലാം വ്യത്യാസപ്പെട്ടു. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. അവർ എന്താണ് ചെയ്തതെന്ന് ദൈവം ചോദിച്ചപ്പോൾ ആദാമും ഹൗവയും ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തി. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. ദൈവം തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഇത് പാപങ്ങളെ മറയ്ക്കുന്ന യേശുവിൻ്റെ യാഗമരണത്തിൻ്റെ ഒരു സൂചനയായിരുന്നു. ദൈവം നമ്മെ ഏദനിലേക്കല്ല തിരികെ കൊണ്ടുപോകുന്നത്, നഷ്ടപ്പെട്ടു പോയ ദൈവ ബന്ധത്തിലേക്കാണ് വഴി തുറന്നത്. നമുക്ക് ആ തോട്ടത്തിലേക്ക് തിരികെ പോകാനാകില്ല. എന്നാൽ തോട്ടത്തിലെ ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങിച്ചെല്ലാം. ചിന്തിക്കുക, ഇന്ന് ദൈവത്തിനും നിങ്ങൾക്കും ഇടയിലുള്ള പ്രതിബന്ധം എന്താണ്? വെയിലാറുമ്പോൾ ദൈവത്തോടു കൂടെ നടക്കുന്നതിന് വേണ്ടി ഏറ്റുപറയേണ്ട വല്ലതും ഉണ്ടോ? ദൈവത്തിന് മഹത്വം.